Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഒരു വർക്ക് ഞാൻ തന്നായിരുന്നു അല്ലേ? നമ്മൾ ഓർഗാനോഗ്രാം നിങ്ങൾ എഴുതിയായിരുന്നോ ബുക്കിലേക്ക്? എഴുതി മാം. ഓക്കെ എഴുതിയിട്ടുണ്ട്. നമ്മളൊരു ടേബിൾ ആയിരുന്നു നിങ്ങൾ അവിടെ എഴുതിയായിരുന്നു അല്ലേ? ടേബിൾ എഴുതിയേക്കുമായിരുന്നു. എല്ലാവർക്കും കഴിഞ്ഞ ക്ലാസ്സിൽ ടേബിള് ഗ്രൂപ്പുകൾ എഴുതി അതിന്റെ ആന്റിജനും അത്രയല്ലേ കംപ്ലീറ്റ് ആക്കിയായിരുന്നേ? അതെ അതെ. ഓക്കെ നമ്മള് 5 റോസും 5 കോളം ആയിട്ട് ഒരു ടേബിൾ വരച്ചു നിങ്ങള്. അപ്പൊ അതിനകത്ത് നമ്മൾ ഓരോന്നിനും നമ്മൾ ഫസ്റ്റ് കോളത്തിന്റെ ടോപ്പിൽ നമ്മള് വിനോയ് ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കോളത്തില് നമ്മൾ കൊടുത്തേക്കുന്നത് ഗ്രൂപ്പായിരുന്നു അല്ലെ? 4 ഗ്രൂപ്പുകൾ നമ്മൾ എഴുതി. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, എ ബി, ഒ, അങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പുകൾ എഴുതി. നെക്സ്റ്റ് കോളത്തിലേക്ക് നമ്മൾ എഴുതിയത് അതിന്റെ ആന്റിജനുകളായിരുന്നു. ഓരോ ഗ്രൂപ്പിന്റെ ആന്റിജൻ ആയിരുന്നു അല്ലെ? ഗ്രൂപ്പ് എ ഏതായിരുന്നു ആന്റിജൻ? Antigen present in group A. ബിയുടെ നമ്മൾ എഴുതി ആന്റിജൻ ബി. രണ്ട് ആന്റിജനുള്ള ഗ്രൂപ്പാണ് ആന്റിജൻ ആന്റിജനുള്ള ഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ്. ഒ ഗ്രൂപ്പ് ആന്റിജൻ ആണ്. ഓ, ഇത്രയല്ലേ നമ്മൾ ഫിനിഷ് ആക്കിയത്? ഇനി നെക്സ്റ്റ് കോളത്തിൽ ആന്റിബോഡി ആണ് എഴുതിയത് അല്ലെ? അപ്പൊ ഓരോ ഗ്രൂപ്പും പറഞ്ഞു, അതിന്റെ ആന്റിജനുകൾ നമ്മൾ എഴുതി. നെക്സ്റ്റ് ആന്റിബോഡി. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ നമ്മളിപ്പോ ബ്ലഡിനകത്ത് ഒരേ ആന്റിജനും ഒരേ ആന്റിബോഡിയും വരാൻ പാടില്ല. ഓക്കെ, ഒരേ ആന്റിജനും ഒരേ ആന്റിബോഡിയും വരാൻ പാടില്ല. അങ്ങനെ ഇതാവുമ്പോൾ സപ്പോസ് അങ്ങനത്തെ കേസിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബ്ലഡ് ക്ലംപിങ് ക്ലോട്ട് ആവുന്ന ഒരു കട്ട പിടിക്കുന്ന ഒരു അവസ്ഥ വരും. അതിനാണ് അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ അഗ്ലൂട്ടിനേഷൻ നടക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ആന്റിജനും ആന്റിബോഡി സെയിം വരാൻ പാടില്ല. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് എ അതിന്റെ ആന്റിജൻ എ ആണ്. അപ്പൊ അതിന്റെ ആന്റിബോഡി ഏത് വരും? എ വരാൻ പാടില്ല. അഗ്ലൂട്ടിനേഷൻ. സെയിം ആന്റിജനും സെയിം ആന്റിബോഡിയും വരാൻ പാടില്ല. അപ്പൊ ആന്റിജൻ ഗ്രൂപ്പ് എയില് ആന്റിജൻ എ, അവിടെ ആന്റിബോഡി ഏതായിരിക്കും വരിക? ബി ആയിരിക്കും. ഓപ്പോസിറ്റ്. ആന്റിജൻ എ ആണെങ്കിൽ ആന്റിബോഡി ബി ആയിരിക്കും. അപ്പൊ നെക്സ്റ്റ് നോക്കി, ബി ആണെങ്കിൽ ആന്റിജൻ ഏതായിരിക്കും? ആന്റിജൻ 2 ആന്റിജൻ അല്ലേ നമുക്ക്? ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. ഈ ഓരോ ആന്റിജന്റെ പ്രസൻസ് ആണ് നമ്മൾ ഗ്രൂപ്പുകളായിട്ട് ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ട് ഇരിക്കുന്നതിന് അടിസ്ഥാനം എന്ന് പറഞ്ഞു. അപ്പൊ ആന്റിജൻ എ ഉള്ള ഗ്രൂപ്പാണ് എ ഗ്രൂപ്പ് അല്ലെ? ആന്റിജൻ ബി ഉണ്ടെങ്കിൽ അത് ബി ഗ്രൂപ്പ്. ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും. 2 ആന്റിജനും പ്രസന്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ്. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. ഇനി അപ്പൊ നമ്മൾ ഓരോ ഗ്രൂപ്പിന്റെ അതിന്റെ ആന്റിജൻ എഴുതി. ഇനി നെക്സ്റ്റ് നമ്മൾ കോളത്തിൽ ആന്റിബോഡിയാണ് നോക്കുന്നത്. അതായത് ഒരേ ആന്റിജനും ഒരേ ആന്റിബോഡിയും വരാൻ പാടില്ല. അപ്പൊ അവിടെ അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞത് സംഭവിക്കും. ആ ഒരു പ്രോസസ് നടക്കും. അത് ബ്ലഡ് ക്ലോട്ട് ആവുന്ന ഒരു അവസ്ഥ. അത് അങ്ങനെ വരില്ല. അപ്പൊ അതുകൊണ്ട് ആന്റിജൻ എ ആണെങ്കിൽ ആന്റിബോഡി നേരെ തിരിച്ചു വരും, ബി ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ആന്റിജൻ എ ആണെങ്കിൽ ആന്റിബോഡി ബി. അപ്പൊ ആന്റിജൻ ബി ആണെങ്കിലോ ആന്റിബോഡി എ. ആന്റിബോഡി എ തിരിച്ചു വരും. ആന്റിജൻ എ ആണെങ്കിൽ ആന്റിബോഡി ബി, ആന്റിജൻ ബി ആണെങ്കിൽ ആന്റിബോഡി എ ആയിരിക്കും. ഇനി നോക്കിയേ, നെക്സ്റ്റ് നമ്മൾ എ ബി ഗ്രൂപ്പാ പറഞ്ഞത്. അവിടെ 2 ആന്റിജനും പ്രസന്റ് ആണ്. ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അപ്പൊ അവർക്ക് ആന്റിബോഡി ഏതായിരിക്കും? ഏതെങ്കിലും വരാമോ? വരാൻ പാടില്ല. എയും എയും അഗ്ലൂട്ടിനേഷൻ. ബി വരാൻ പാടില്ല. ബിയും ബിയും അഗ്ലൂട്ടിനേഷൻ. അപ്പൊ ആന്റിബോഡി ഇല്ല. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ, ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാ?
എ ബി ഗ്രൂപ്പ് ആണ്, ആന്റിബോഡി ഇല്ല. അവിടെ എഴുതി കൊഞ്ഞിൽ അല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതിയാലും മതി. എ ബിയുടെ നേരെ എഴുതുക, ആന്റിബോഡി ഇല്ല. നെക്സ്റ്റ് നോക്കാം. ഓയ്ക്ക് ആന്റിജൻ ഇല്ല, ആന്റിജൻ എയും ഇല്ല, ആന്റിജൻ ബിയും ഇല്ല. രണ്ട് ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് ഒ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ആന്റിബോഡി ഏത് വരാം? ആന്റിബോഡി ഏത് വരാം? രണ്ട് ബിയും വരാം. ആന്റിബോഡി എയും ആന്റിബോഡി ബിയും വരാം. പ്രശ്നമൊന്നുമില്ല, അവിടെ വേറെ ഇതൊന്നും സംഭവിക്കില്ല. അപ്പൊ അതുകൊണ്ട് ആന്റിബോഡി എ, ബി. ഓക്കെ, ആ കോളം ഫിനിഷ് ആയില്ലേ? ആന്റിബോഡിയുടെ കോളം ഫിനിഷ് ആയില്ലേ? മാഡം അപ്പൊ ബി ആണെങ്കിൽ ബി ആണെങ്കിൽ എ വരും, നേരെ തിരിച്ചു വരും. എ ആണെങ്കിൽ ബി വരും, അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ആന്റിജൻ എ ആണെങ്കിൽ ആന്റിബോഡി ബി, ആന്റിജൻ ബി ആണെങ്കിൽ ആന്റിബോഡി എ, ആന്റിജൻ എയും ഉണ്ട് ബിയും ഉണ്ട്. അങ്ങനെ ആന്റിബോഡി അവർക്ക് ഇല്ല. ആന്റിജൻ ഇല്ലാത്തതിന് രണ്ട് ആന്റിബോഡി വരാം. ആന്റിബോഡി എയും ആന്റിബോഡി ബിയും വരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കോളത്തിലേക്ക് പോകുന്ന ഡോണേഴ്സ് ആണ്. ഡോണേഴ്സ്, ദാനം ചെയ്യാൻ പറ്റുന്നത്, ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഗ്രൂപ്പ് എ ഗ്രൂപ്പുകാർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം, അതാണ് അതിനകത്ത് വരുന്നത്. ഡോണേഴ്സ് ആണ്, ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം. ഓരോ ഗ്രൂപ്പുകാർക്കും ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് കോളത്തിൽ വരുന്നത്. നോക്കാം, നമ്മളിപ്പോ ഒരാൾക്ക് ബ്ലഡ് നമുക്ക് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കാം, നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മുടെ അതേ ആന്റിജൻ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഗ്രൂപ്പ് എ ആണ് നമ്മൾ ഫസ്റ്റ് എഴുതിയത്. അപ്പൊ അവർക്ക് ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? അതേ ആന്റിജൻ ഉള്ള ഗ്രൂപ്പ്. പിന്നെയോ അപ്പൊ നമ്മുടെ അതേ ആന്റിജനുള്ള, അപ്പൊ ആന്റിജൻ എ ഉള്ള ഗ്രൂപ്പ്, എ ഗ്രൂപ്പിന് ആന്റിജൻ എ വരുന്നുണ്ട്. പിന്നെ ആന്റിജൻ എ ഉള്ള ഗ്രൂപ്പ് ഏതാ? എ ബി ഗ്രൂപ്പ് അല്ലെ? നമ്മുടെ അതേ ആന്റിജൻ, സെയിം ആന്റിജൻ ഉള്ളവർക്ക് നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾ എഴുതിക്കേ, ആർക്ക്? ഗ്രൂപ്പ് എ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് എ, എ ബി. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, ബി ഗ്രൂപ്പ് ആണ്. അപ്പൊ ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം? അതേ ആന്റിജൻ. ഓക്കെ, ബിയിലുണ്ട് ആന്റിജൻ ബി ഉണ്ട്, പിന്നെ എ ബിയിലും ആന്റിജൻ ബി ഉണ്ട്, എ ബി ഗ്രൂപ്പിലും ആന്റിജൻ ബി ഉണ്ട്. അപ്പൊ അതേ ആന്റിജൻ ഉള്ളവർക്ക്, അതായത് ബിക്കും കൊടുക്കാം എ ബിക്കും കൊടുക്കാം. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എ ബി ഗ്രൂപ്പ്. എ ബി ഗ്രൂപ്പ് അവിടെ നോക്കി, അവർക്ക് ആന്റിജൻ എയും ഉണ്ട് ആന്റിജൻ ബിയും ഉണ്ട്. അതേ ആന്റിജൻ ഉള്ളവർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എ ബിക്കാർക്ക് ആർക്കൊക്കെ കൊടുക്കാം? അതേ ആന്റിജൻ. അതൊന്ന് ശ്രദ്ധിച്ചേ, അതേ ആന്റിജൻ, നമ്മുടെ അതേ എ ബിക്കാർക്ക് രണ്ട് ആന്റിജൻ ഉണ്ടല്ലോ. ഇപ്പൊ എ എന്ന് പറഞ്ഞാൽ ഒരു ആന്റിജൻ അല്ലേ വന്നോളൂ. ആന്റിജൻ എയും ആന്റിജൻ ബിയും ഉള്ളവർക്കേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേത് ഗ്രൂപ്പാ? ആന്റിജൻ എയും ആന്റിജൻ ബിയും ഉള്ളത് ഏത് ഗ്രൂപ്പാ? എ ബി ഗ്രൂപ്പ്. അപ്പൊ ശ്രദ്ധിച്ചേ, എ ബി ഗ്രൂപ്പുകാർക്ക് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ എ ബി ഗ്രൂപ്പുകാർക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒരു ഗ്രൂപ്പിനും ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. എ ബിക്കാർക്ക് എ ബി ഗ്രൂപ്പിന് മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാ? രണ്ട് ആന്റിജന് വേണം. നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ? രണ്ട് ആന്റിജനും പ്രസന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പിന് മാത്രമേ ഉള്ളൂ, രണ്ട് ആന്റിജനും. അപ്പൊ ആ ഗ്രൂപ്പിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. എ ബി, ഉള്ളി എ ബിക്ക് മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ് നോക്കാം, ഒ ഗ്രൂപ്പ്. ഓ ഗ്രൂപ്പുകാർക്ക് ആന്റിജൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് പേടി വേണ്ട നമുക്ക്. ആന്റിജൻ എ ബി ആണെങ്കിൽ എ ബിക്കാർക്ക് മാത്രം രണ്ട് ആന്റിജനും ഉള്ളത് ഗ്രൂപ്പിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. രണ്ട് ആന്റിജനുള്ള ഗ്രൂപ്പ് എ ബി മാത്രമാണ്. അപ്പൊ എ ബിക്കാർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് എ ബിക്കാർക്ക് മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് ആണ് ഒ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവർക്ക് ആന്റിജൻ ഇല്ല. അപ്പൊ നോക്കിയേ, ആന്റിബോഡി ഏത് വന്നാലും പ്രശ്നമില്ലല്ലോ. അവർക്ക് ആന്റിജൻ ഇല്ല, ആന്റിബോഡി എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കി, ആന്റിജൻ എ ഉള്ള ഗ്രൂപ്പിന് ഡൊണേറ്റ് ചെയ്ത കുഴപ്പമുണ്ടോ?
ആന്റിജൻ ഇല്ലല്ലോ, അവർക്കിടെ ആന്റിജൻ ഇല്ല. അപ്പൊ അത് എ ഗ്രൂപ്പുകാർക്ക് കൊടുക്കാം, പ്രശ്നമൊന്നും സംഭവിക്കാനുള്ള. ബി ഗ്രൂപ്പുകാർക്ക് കൊടുക്കാം, എ ബി ഗ്രൂപ്പുകാർക്ക്, ഓ ഗ്രൂപ്പുകാർക്കും കൊടുക്കാം. അപ്പൊ എല്ലാ ഗ്രൂപ്പിനും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പാണ് ഓ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓ ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പാണ് ഓ ഗ്രൂപ്പ്. അത് ചോദിക്കാം, വിച്ച് ഗ്രൂപ്പ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ ഡോണർ? യൂണിവേഴ്സൽ ഡോണർ ഏത് ഗ്രൂപ്പാ? ഓ ഗ്രൂപ്പ്. ഓ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്യണം. യൂണിവേഴ്സൽ ഡോണർ ഓ ഗ്രൂപ്പ്. അപ്പൊ അവിടെ എഴുതിക്കോ നിങ്ങൾ. ഓ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യാം, എല്ലാ ഗ്രൂപ്പിനും ഡൊണേറ്റ് ചെയ്യാം. 4 ഗ്രൂപ്പിനും കൊടുക്കാൻ പറ്റും, ഓക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് യൂണിവേഴ്സൽ ഡോണർ, സാർവത്രിക ദാതാക്കൾ, യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ഓ ഗ്രൂപ്പാണ്. ഓക്കെ, ക്ലിയർ ആയി? ഫിനിഷ് ആയില്ലോ? ആ കോളം ഫിനിഷ് ആയില്ലേ? ഫിനിഷ് ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കോളത്തിലേക്ക് പോകുന്നത് റിസിപ്പിയന്റ്. ഇനി ആരിൽ നിന്നൊക്കെ നമുക്ക് ബ്ലഡ് റിസീവ് ചെയ്യാം? റിസിപ്പിയന്റ്. നെക്സ്റ്റിൽ നമ്മൾ റിസിപ്പിയന്റ് എഴുതിയേക്കുന്നത് ഇപ്പൊ നമുക്ക് ആ ഒരു ആളിൽ നിന്ന് നമുക്ക് ബ്ലഡ് വാങ്ങണമെങ്കിൽ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പ് നോക്കിയിട്ട് നമുക്ക് ആരിൽ നിന്നൊക്കെ ഏതൊക്കെ ഗ്രൂപ്പുകാര് നമുക്ക് ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ ഒരു കണ്ടീഷൻ വരുന്നത്, നമ്മൾ ബ്ലഡ് റിസീവ് ചെയ്യുമ്പോൾ നമ്മുടെ അതേ ആന്റിജൻ ഉള്ള ബ്ലഡ് ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് മേടിക്കാം. പിന്നെ ഒരു കേസ് കൂടി വരുന്നുണ്ട്, ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പും വാങ്ങാം. 2 എണ്ണം വരുന്നുണ്ട്. നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവരിൽ നിന്നും നമുക്ക് ബ്ലഡ് വാങ്ങാൻ പറ്റും. പിന്നെ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും നമുക്ക് ബ്ലഡ് വാങ്ങാം. അപ്പൊ നോക്കിയേ, എ ഗ്രൂപ്പ് എ, ഫസ്റ്റ് ഗ്രൂപ്പ് റിസീവ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ അതേ ആന്റിജൻ ഏത് ഗ്രൂപ്പിൽ നിന്ന് റിസീവ് ചെയ്യാം? എയിൽ നിന്ന്. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാ? ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാ? ഗ്രൂപ്പ് എ ഗ്രൂപ്പുകാർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നത് എക്കാർക്കടെയും റിസീവ് ചെയ്യാം, ഓ ഗ്രൂപ്പിന്റെ ഓക്കെ, എ ഓ. ഇനി നെക്സ്റ്റ് നോക്കാം, ബി ആണ്. ബി ഗ്രൂപ്പുകാർക്ക് സെയിം ആന്റിജൻ ഏതാ? ബി അല്ലേ? ആന്റിജൻ സെയിം ആന്റിജൻ ഉള്ള ബി. പിന്നെ ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഓ. ബി ഓ. പറഞ്ഞു ആരാ? എ ഗ്രൂപ്പുകാർക്ക് സെയിം ആന്റിജന് എ ബിയിലും ഇല്ലേ, അപ്പൊ അവരുടെ അടുത്ത് കളക്ട് ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെയാ പറ്റുന്നത്? നോക്കിയേ, എ ബി എന്ന് പറഞ്ഞാൽ സെയിം ആന്റിജൻ, 2 ആന്റിജന് വേണം. ആന്റിജൻ എയും വേണം, ആന്റിജൻ ബിയും വേണം. ഇപ്പൊ നമ്മള് ഏതാ പറയാ, 2 ആന്റിജനുള്ള ഇത് മാത്രമല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. ഇപ്പൊ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, എക്കാർക്ക് ആന്റിജൻ അതേ ആന്റിജൻ എന്ന് പറഞ്ഞാൽ ആന്റിജൻ എ ആണ്. അതേ ആന്റിജൻ ഉള്ളവരിൽ നിന്ന് വാങ്ങാം. അതായത് അതേ ആന്റിജൻ ഉള്ളത് എ ബിയിൽ 2 ആന്റിജൻ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവര് എയിൽ നിന്ന് വാങ്ങാം. പിന്നെ ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പിൽ നിന്നും റിസീവ് ചെയ്യാം. അപ്പൊ എയിൽ നിന്നും വാങ്ങാൻ പറ്റും, ഓയിൽ നിന്നും റിസീവ് ചെയ്യാൻ പറ്റും. അതെ, സെയിം ഇതുപോലെ തന്നെ ബി ഗ്രൂപ്പ് ആണെങ്കിൽ ബിയിൽ നിന്നും റിസീവ് ചെയ്യാം. പിന്നെ ആന്റിജൻ ഇല്ലാത്ത, അതായത് ഓയിൽ നിന്നും റിസീവ് ചെയ്യാം. ഇനി നോക്കിയേ, എ ബി കാർക്കാകുമ്പോഴോ അതേ ആന്റിജൻ, നമ്മുടെ അതേ ആന്റിജനുള്ള ഗ്രൂപ്പുകൾ നോക്കാം. എ ബിയിൽ 2 ആന്റിജൻ ഉണ്ടല്ലോ. അപ്പൊ അതേ ആന്റിജൻ ഉള്ളത് ഏതൊക്കെ ഗ്രൂപ്പാണ്? എല്ലാ ഗ്രൂപ്പിൽ നിന്നും വാങ്ങാം. ആന്റിജൻ നോക്കിയേ, ബി ഗ്രൂപ്പിൽ ആന്റിജൻ ബി ഉണ്ട്, എ ബി ഗ്രൂപ്പിൽ 2 ആന്റിജനും ഉണ്ട്. പിന്നെ ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പും. അപ്പൊ എല്ലാ ഗ്രൂപ്പിൽ നിന്നും എല്ലാവർക്കും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുന്നത് എ ബിക്കാർക്കാണ്. എ ബി ഗ്രൂപ്പുകാർക്ക് എല്ലാവരുടെയും ബ്ലഡ് റിസീവ് ചെയ്യാം. അതുകൊണ്ട് എ ബി ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്നു. അത് ചോദിക്കാം, വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്? ഏത് ഗ്രൂപ്പാ? വിച്ച് ഗ്രൂപ്പ്? യൂണിവേഴ്സൽ യൂണിവേഴ്സൽ ഡോണർ. യൂണിവേഴ്സൽ ഡോണർ ഓ ഗ്രൂപ്പ്. ഓക്കെ, റെസിപ്പിയന്റ് എ ബി ഗ്രൂപ്പ് അല്ലേ? ഇനി നോക്കിയേ, ഇനി ഓ ലാസ്റ്റ് കോളത്തിൽ ഓ ഗ്രൂപ്പ് ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാ, ഓ ഗ്രൂപ്പിന് ആന്റിജൻ ഇല്ല, ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ്. അപ്പൊ അതേ ആന്റിജൻ എന്ന് പറഞ്ഞാൽ വാങ്ങാൻ പറ്റുമല്ലോ. പിന്നെ ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഓ.
അപ്പൊ O ഗ്രൂപ്പുകാർക്ക് Oയിൽ നിന്ന് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. O ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് O ഗ്രൂപ്പുകാരുടെ ബ്ലഡ് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. O മാത്രം റിസീവ് ചെയ്യാം. ഓക്കെ, ടേബിള് ഫിനിഷ് ആയോ? എല്ലാ കോളം ഫിനിഷ്? യെസ് മാം. പറഞ്ഞോ. ഫിനിഷ് ആയി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ 4 ഗ്രൂപ്പ് ആന്റിജൻ ആന്റിബോഡി അവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് നിന്നൊക്കെ റിസീവ് ചെയ്യാൻ പറ്റുന്നു. അത്രയും കാര്യങ്ങളാണ് ആ ടേബിളിൽ വരുന്നത്. അപ്പൊ ഇത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് കിട്ടും. അതിന്റെ ഓരോ ഗ്രൂപ്പിന്റെ ആന്റിജൻ ഏതാ, അല്ലെങ്കിൽ അതിന്റെ ആന്റിബോഡി ഏതാ, ഏതൊക്കെ ഗ്രൂപ്പുകൾക്ക് ബ്ലഡ് റിസീവ് ചെയ്യാം, ഏതൊക്കെ ഗ്രൂപ്പുകൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം, ആരിൽ നിന്നൊക്കെ റിസീവ് ചെയ്യാം എന്നുള്ളതൊക്കെ ആ ടേബിളിൽ നിന്ന് കിട്ടി. പിന്നെ അതോടെ യൂണിവേഴ്സൽ ഡോണർ O ഗ്രൂപ്പ്, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് AB ഗ്രൂപ്പ്, അത്രയാണ് ആ ടേബിളിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ നോക്കിയാൽ നമ്മുടെ പ്രിന്റ് നോട്ടിലേക്ക് വന്നേ. അപ്പൊ നമ്മൾ ടൈപ്പിംഗ് പറഞ്ഞ ബ്ലഡ് ബാങ്കില് പ്രിലിമിനറി ടെസ്റ്റുകൾക്കൊപ്പം മറ്റുള്ള ടെസ്റ്റുകളും കൂടി ചെയ്യണം. അതിന് ബട്ട് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ദ ഫോളോയിങ്. ഈ താഴെ തന്നിരിക്കുന്ന ടെസ്റ്റുകൾക്കും റെസ്ട്രിക്ഷൻ ഇല്ല. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ പറഞ്ഞത് ഗ്രൂപ്പ് നമ്മൾ നോക്കും. ABO ഗ്രൂപ്പ് ബ്ലഡ് ടൈപ്പ് നോക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് RH ടൈപ്പിംഗ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇനി അടുത്തത് ഗ്രൂപ്പ് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, തന്നെ 2 ടൈപ്പ് ഉണ്ട്, പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഓക്കെ, പോസിറ്റീവ് ഉണ്ട്, RH പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അപ്പൊ ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത് നോക്കുന്നത് നമ്മൾ പോസിറ്റീവ് ഗ്രൂപ്പ് ആണോ നെഗറ്റീവ് ആണോ. ഇപ്പൊ A ആന്ന് പറഞ്ഞാൽ A പോസിറ്റീവ് ആണോ A നെഗറ്റീവ് ആണോ. രണ്ടാമത്തെ ടെസ്റ്റ് ആണ് RH ടൈപ്പിംഗ്. RH ടൈപ്പിംഗ് എന്ന് പറയാ ഇത് കാര്യം എന്ന് വെച്ചാൽ അതൊരു പ്രോട്ടീൻ ആണ്. ഇപ്പൊ നമ്മള് ഇതിപ്പോ RH എന്ന് പറഞ്ഞാൽ ഒരു RH ഫാക്ടർ എന്ന് പറഞ്ഞാൽ പറയാൻ കാര്യം, ഈ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് കാൾ ലാൻസ് സ്റ്റെയ്നർ ആണ്. അദ്ദേഹം ആദ്യമായിട്ട് എക്സ്പെരിമെന്റ് നടത്തിയത് ഒരു റീസസ് എന്ന് പറഞ്ഞ കുരങ്ങിലാണ്, മങ്കിയിലാണ്. RHESUS റീസസ് എന്ന് പറഞ്ഞ ഒരു മങ്കിയിലാണ്. അദ്ദേഹം അതിന് ബ്ലഡ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ അതിനകത്ത് ഒരു പ്രോട്ടീന്റെ പ്രസൻസ് കണ്ടെത്തി. ആ പ്രോട്ടീനെ ആ റീസസ് എന്ന് പറഞ്ഞ ആ സ്പെല്ലിങ്, അതിന്റെ പേരിന്റെ ഫസ്റ്റ് 2 ലെറ്റർ എടുത്ത് RH, ഫസ്റ്റത്തെ 2 ലെറ്റർ എടുത്തിട്ട് RH ഫാക്ടർ. അപ്പൊ പ്രോട്ടീൻ പ്രസന്റ് ആണെങ്കിൽ RH ഘടകം ഉണ്ട്. അപ്പൊ RH പോസിറ്റീവ്. ആ പ്രോട്ടീന്റെ പ്രസൻസ് ഇല്ലാത്തത് ബ്ലഡ് ആണെങ്കിൽ നെഗറ്റീവ് ബ്ലഡ്, RH നെഗറ്റീവ്. അതിന് ബേസ് ചെയ്തിട്ടാണ് RH എന്ന് പറഞ്ഞാൽ അത് വരാൻ കാര്യം. അതേ സെയിം തന്നെ മനുഷ്യന്റെ ബ്ലഡിന്റെ ഇതിനാക്കി നോക്കിയപ്പോ കുറച്ച് ആളുകളുടെ ആ പ്രോട്ടീന്റെ പ്രസൻസ് ഉണ്ട്, ആ ഫാക്ടർ ഉണ്ട്. അതിനെ ഉള്ളത് RH പോസിറ്റീവ് എന്നും ഇല്ലാത്തതിനെ RH നെഗറ്റീവ് എന്നും കൊടുത്തു. അപ്പൊ അതാണ് നമ്മുടെ ഗ്രൂപ്പുകൾ തന്നെ 2 ടൈപ്പ് വരുന്നത്, പോസിറ്റീവും നെഗറ്റീവ് വരുന്നത്. പ്രസൻസ് ഓഫ് RH ഫാക്ടർ. RH ഫാക്ടർ പ്രസന്റ് ആണെങ്കിൽ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും, RH ഫാക്ടർ ഇല്ലാത്തത് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും. രണ്ടാമത്തെ അത് RH ടൈപ്പിങ്ങും നോക്കി. ഇനി മൂന്നാമത്തെ കേസിൽ എന്ന് പറഞ്ഞാൽ സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡി ദാറ്റ് മേ കോസ് കോംപ്ലിക്കേഷൻ ഇൻ ദ റെസിപ്പിയന്റ്, ദാറ്റ് ഈസ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ്. നോക്കിയേ, ഇതിനകത്ത് വെച്ചാൽ പ്രത്യേക സ്ക്രീനിങ് ഫോർ എനി എന്തെങ്കിലും അപ്രത്യക്ഷമായിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് ആന്റിബോഡീസ് ഉണ്ടോ, എന്തെങ്കിലും റെസിപ്പിയന്റിനെ റിസീവ് ചെയ്യുന്ന ആൾക്കാർക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും RBC ആന്റിബോഡീസ് സെൽസ് അപ്രത്യക്ഷമായിട്ട് അവരുടെ ബ്ലഡിൽ ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് 4th വണ്ണിൽ പറഞ്ഞേക്കുന്നത് സ്ക്രീനിങ് ഫോർ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻ ഇൻക്ലൂഡിങ്, നേരത്തെ അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടോ, പാസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ, കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ ഉണ്ടോ. അപ്പൊ നമ്മളിപ്പോ ഒരാൾക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അവർക്ക് ബ്ലഡ് എടുക്കുകയാണെങ്കിൽ ആ ഡിസീസ് ബ്ലഡ് റിസീവ് ചെയ്യുന്ന ആളുകൾക്കും വരും. അപ്പൊ അങ്ങനെയുള്ള പാസ്റ്റ് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും ടെസ്റ്റ് ചെയ്യും. ഇത്രയും ടെസ്റ്റുകളും കൂടി നമ്മൾ പ്രിലിമിനറി ടെസ്റ്റുകൾക്കൊപ്പം ബ്ലഡ് ബാങ്കിൽ ചെയ്യുന്നതാണ്. ഓക്കെ, സ്ക്രീനിങ് ഫോർ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻ. അതിനകത്ത് വരുന്നത് ഹെപ്പറ്റൈറ്റിസ് വൈറസ് B and C. ഹെപ്പറ്റൈറ്റിസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹെപ്പറ്റൈറ്റിസ് എന്താണ്? ഹെപ്പറ്റൈറ്റിസ് ലിവറിലുണ്ടാകുന്ന ബൾജിങ്, കരൾ വീക്കം എന്ന് പറയും അല്ലെ, കരൾ വീക്കം ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ, അതാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹെപ്പറ്റൈറ്റിസിന് കാരണം ഹെപ്പറ്റൈറ്റിസ് വൈറസുകളാണ്. പ്രധാനമായിട്ടും 5 തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഉള്ളത്. ഹെപ്പറ്റൈറ്റിസ് A, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, ഹെപ്പറ്റൈറ്റിസ് D, ഹെപ്പറ്റൈറ്റിസ് E. ഇതില് Bയും Cയും
സ്പ്രെഡ് ചെയ്യുന്നത് ബോഡി ഫ്ലൂയിഡിൽ കൂടെയാണ്. ബാക്കിയൊക്കെ എയും ഇ ഒക്കെ ഫുഡ് വാട്ടർ, കണ്ടാമിനേറ്റഡ് ഫുഡ് വാട്ടറിൽ കൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ അത് നോക്കുന്നില്ല. ഇവിടെ ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബിയും സിയും അത് രണ്ട് ബോഡി ഫ്ലൂയിഡിൽ കൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രസൻസ് ഉണ്ടോ, ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വൈറസിന്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. പിന്നെ നെക്സ്റ്റ് ആണ് HIV. HIV എന്താ എക്സ്പാൻഡഡ് ഫോം? HIV ഹ്യൂമൻ ഇമ്മ്യൂണോ HIV ഏത് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ആണ് HIV. അപ്പൊ എയ്ഡ്സ് ഇതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് ബ്ലഡിൽ കൂടെയൊക്കെയാണ്, ബോഡി ഫ്ലൂയിഡിൽ കൂടെ ബ്ലഡിൽ കൂടെയൊക്കെയാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ ഒരാൾക്ക് HIV ഉള്ള ഒരു പേഴ്സൺ ആണ്, അവർക്കുടെ ബ്ലഡ് ആർക്കെങ്കിലും നമ്മൾ ഡൊണേറ്റ് ചെയ്യോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ആ ബ്ലഡ് റിസീവ് ചെയ്യുകയാണെങ്കിൽ അവർക്കും ആ HIV വൈറസ് വരും, ആ രോഗം അവർക്ക് വരും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇത് നോക്കുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ രണ്ടാമത്തെ ടെസ്റ്റ് HIV വൈറസ് ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. പിന്നെ അടുത്തതാണ് ട്രിപ്പോനിമ പാലിഡം, സിഫിലിസ്. സിഫിലിസ് എന്ന് പറഞ്ഞ പറങ്കിപ്പുണ്ണെന്ന് പറയും മലയാളം. ഇസ് ആൻ ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഡിസീസ്. ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് സിഫിലിസ് എന്ന് പറയുന്നത്. അതൊന്ന് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. സിഫിലിസ് ഈസ് ആൻ infectious 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 bacterial disease. Okay. Syphilis മലയാളം പറങ്കിപ്പുണ്ണെന്ന് പറയും, അതൊരു രോഗമാണ്. സിഫിലിസ് ഈസ് ആൻ ഇൻഫെക്ഷ്യസ് infectious bacterial disease. Bacterial disease caused by Shanti Mola. Okay. Bacterial disease caused by ട്രിപ്പോണിമ പാലിഡം. ട്രിപ്പോണിമ പാലിഡം അത് സ്പെല്ലിംഗ് അതിനകത്ത് ഉണ്ട്. TREPONEMA പാലിഡം, PALLIDUM. ഇതെന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് സിഫിലിസ് എന്ന് പറയുന്നത്. അത് കാരണമാകുന്ന ബാക്ടീരിയ ആണ് ട്രിപ്പോണിമ പാലിഡം. ട്രിപ്പോണിമ പാലിഡം എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ് സിഫിലിസ്. അപ്പൊ ഈ സിഫിലിസ് ഇതുണ്ടോ, ഈ വൈറസ് ട്രിപ്പോണിമ പാലിഡം വൈറസിന്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളതും പാസ്റ്റ് ഇൻഫെക്ഷൻ സ്ക്രീനിങ് ഇൻഫെക്ഷൻ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഇൻഫെക്ഷൻസ് കൂടി ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബിയും സിയും ഉണ്ടോ എന്ന് നോക്കും, HIV വൈറസ് ഉണ്ടോ എന്ന് നോക്കും, ട്രിപ്പോണിമ പാലിഡം ബാക്ടീരിയ അവരുടെ ബ്ലഡിൽ ഉണ്ടോ എന്നുള്ളതും ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൂടി ടെസ്റ്റുകൾ കൂടി നമ്മൾ ബ്ലഡ് ബാങ്കിൽ ടെസ്റ്റ് ഉൾപ്പെടുന്നതാണ്. പ്രിലിമിനറി ടെസ്റ്റുകൾക്കൊപ്പം ഇത്രയും ടെസ്റ്റുകളും കൂടി ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് അവിടെ തന്നേക്കുന്നത് നോക്കിയേ. നെക്സ്റ്റ് ഒരു ടേബിൾ ആണ് ഇവിടെ തന്നേക്കുന്നത്. ഇതിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല ഇതുവരെ. ഇതൊന്ന് ഉള്ളത് കൊണ്ട് നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. ജസ്റ്റ് ആ ടേബിൾ ഒന്ന് വായിക്കുന്നേ ഉള്ളൂ കേട്ടോ. വാട്ട് ആർ ദ ബ്ലഡ് ടൈപ്സ് നോക്കിയേ. അക്കോർഡിംഗ് ടു ദ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്, ഡെലിവറി ഓഫ് ബ്ലഡ് ടൈപ്പ് includes the following. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക് അനുസരിച്ച് ബ്ലഡ് ഗ്രൂപ്പിന്റെ ഡെലിവറിയിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്നു. അതായത് അവർ എത്ര പെർസെന്റേജ് എന്നുള്ളത് ആ പെർസെന്റേജ് കണക്ക് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. O പോസിറ്റീവ് ആണെങ്കിൽ 39% ആണ് ഡെലിവറി ചെയ്യുന്നത്, B പോസിറ്റീവ് 9%, AB പോസിറ്റീവ് 3%, O നെഗറ്റീവ് 9%, A പോസിറ്റീവ് 31%, A negative 6%, B negative 2%, AB negative 1%. ഉണ്ടോ? അത് അവർക്ക് ആ ഒരു പെർസെന്റേജിന് കണക്ക് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക് അനുസരിച്ച് ബ്ലഡ് ഗ്രൂപ്പിന്റെ ഡെലിവറിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. അതൊന്ന് നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ബ്ലഡ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
എക്സാമിന് ചോദിക്കുന്ന പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ബ്ലഡ് ഓർ കമ്പോണൻസ് ഓഫ് ബ്ലഡ്? ബ്ലഡിലുള്ള കമ്പോണൻസ് ഏതൊക്കെയാണ്? നമ്മൾ ആ ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞു ബ്ലഡിൽ 4 കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് ഓർക്കുണ്ടോ? ബ്ലഡിലുള്ള 4 കമ്പോണൻസ്. പ്ലാസ്മ. ഓക്കെ, അപ്പൊ അങ്ങനെ 4 കമ്പോണൻസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ് ബ്ലഡിലെ. RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്, പ്ലാസ്മ ഉണ്ട്. അപ്പൊ ഈ ഓരോ കമ്പോണൻസ് നമ്മൾ പറഞ്ഞല്ലോ, ബ്ലഡ് ബാഗിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അവിടെ ഒരുമിച്ചല്ല വെക്കുന്നത്. സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീനിൽ ഇട്ടിട്ട് ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാങ്കിൽ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും അതിനകത്ത് ഏതിന്റെ അഭാവം, ഏത് കമ്പോണൻസ് ആണോ കുറവ് അത് മാത്രം മതി. ഇപ്പൊ എന്റെ ബ്ലഡിൽ RBC കൗണ്ട് എനിക്ക് കുറവാണെങ്കിൽ എനിക്ക് RBC മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതിയാവും. ചിലർക്ക് പ്ലേറ്റ്ലെറ്റ് ആയിരിക്കും കുറവ് വരുന്നത്, അപ്പൊ ഫുള്ള് വേണ്ട, പ്ലേറ്റ്ലെറ്റ് മാത്രം കൊടുത്താൽ മതിയാവും. അപ്പൊ ഇങ്ങനെ ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ ഓരോ കമ്പോണൻസിനും അതിൻ്റെതായ ഓരോ ഫങ്ഷൻസും ഉണ്ട്. ഇതിനകത്ത് ഈ ഓരോ കമ്പോണൻസിന്റെ ഫംഗ്ഷന് സയന്റിഫിക് നെയിം ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് 3 സയന്റിഫിക് നെയിം പഠിക്കാനുണ്ട്. സയന്റിഫിക് നെയിം പഠിക്കണം, പിന്നെ അതിന്റെ ഫങ്ഷൻസും ആണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, when blood or one of its constituents is part is transferred, each component serves many functions that include the following. നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു ഓരോ കമ്പോണൻസും കോൺസ്റ്റിറ്റ്യൂവൻസും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഓരോ കമ്പോണൻസും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. സെർവ്സ് മെനി ഫങ്ഷൻ. ഓരോ കമ്പോണൻസും ഓരോ ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയുന്നത്. ഫസ്റ്റത്തെയാണ് റെഡ് ബ്ലഡ് സെൽ, RBC. മലയാളത്തില് അരുണ രക്താണുക്കൾ എന്ന് പറയും. അരുണ രക്താണുക്കൾ, RBC. ഇനി ഷോർട്ട് ഫോമിലായിട്ട് എഴുതുമ്പോൾ നമ്മൾ അത് RBC ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ എഴുതണം. RBC, റെഡ് ബ്ലഡ് സെൽസ്, RBC, അരുണ രക്താണുക്കൾ. ഇതിന്റെ സയന്റിഫിക് നെയിം അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ആ നോട്ട് ഉണ്ടെങ്കിൽ പ്രിന്റഡ് നോട്ടിൽ തന്നെ എഴുതി വെക്കുക. നോട്ട്ബുക്ക് ആണെങ്കിൽ RBC എന്ന് എഴുതിയിട്ട് സയന്റിഫിക് നെയിം ഒന്ന് നോട്ട് ചെയ്യണം. എറിത്രോസൈറ്റ്, ERYTHROCYTES, എറിത്രോസൈറ്റ്സ്. പറഞ്ഞേ. ERYTHROCYTES, എറിത്രോസൈറ്റ്സ്. ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ ഓരോ കോൺസ്റ്റിറ്റ്യൂവൻസിന്റെ ഓരോ കമ്പോണൻസിന്റെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശമാണ് റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് അവരുടെ ജീവിത സമയം എന്ന് പറയുന്നത് 120 days ആണ്. 120 ദിവസം ആയുസ്സുണ്ട്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം ബ്ലഡ് സെല്ലാണ് RBC എന്ന് പറയുന്നത്, റെഡ് ബ്ലഡ് സെൽസ്. സയന്റിഫിക് നെയിം എറിത്രോസൈറ്റ്സ്. ഓക്കെ, എറിത്രോസൈറ്റ്സ്. അരുണ രക്താണുക്കൾ, മലയാളത്തില് അരുണ രക്താണുക്കൾ എന്നാ പറയുന്നത്. ദീസ് സെൽസ് transport oxygen to the tissue in the body and are commonly used to treat of anemia. അപ്പൊ RBCയുടെ ഫംഗ്ഷൻ എന്താ? RBC എന്താ ചെയ്യണ്ടേ? ദീസ് സെൽസ് ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂ ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലുള്ള എല്ലാ കോശങ്ങളിലേക്കും ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുക, ഓക്സിജനെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് RBCയുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. These cells transport oxygen to the tissue in the body and are commonly used to treat of anemia. അനീമിയ ട്രീറ്റ്മെന്റിന്, അനീമിയ എന്ന് പറഞ്ഞ എന്താ? വിളർച്ച എന്ന് പറയും മലയാളം. അനീമിയ, a condition in which the blood doesn't have a healthy RBC. ആവശ്യത്തിന് RBC ഇല്ലാത്ത ഒരവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന, ബ്ലഡില് ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന ഒരവസ്ഥയാണ് അനീമിയ. അപ്പൊ അനീമിയ ആകുമ്പോൾ
അതിന്റെ ട്രീറ്റ്മെന്റിന് എന്ത് കൊടുത്താൽ മതിയാവും? RBC കൊടുത്താൽ മതി. RBC ഹെൽത്തി RBCയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ അനീമിയ പേഷ്യന്റിന് ഏത് കൊടുത്താൽ മതിയാവും? RBC കൊടുത്താൽ മതിയാവും. അതുകൊണ്ട് ആൻഡ് ഇറ്റ്സ് കോമൺലി യൂസ്ഡ് ടു ട്രീറ്റ് ഓഫ് അനീമിയ. ഇവിടെ ചോദിക്കാം, വിച്ച് ബ്ലഡ് സെൽസ് ഹെൽപ്പ് to transport oxygen to the tissue in the body. അങ്ങനെ ചോദിക്കാം, which blood cells transport oxygen to the tissue in the body? ഏത് ബ്ലഡ് സെല്ലാ? RBC. Red blood cell or RBC ആണ് RBC. നമ്മുടെ ബോഡിയിലെ എല്ലാ കോശങ്ങൾ കലകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് RBC ആണ്. ഓക്കെ, the cells transport oxygen to the tissue in the body and commonly used to treat of anemia. Anemia treatmentനും യൂസ് ചെയ്യുന്നത് കൊടുക്കുന്നത് RBC ആണ്. ഇനി രണ്ടാമത്തെയാണ് പ്ലേറ്റ്ലെറ്റുകൾ. പ്ലേറ്റ്ലെറ്റ്സ് ഇതിന്റെ സയന്റിഫിക് നെയിം ആണ് ത്രോംബോസൈറ്റ്. THROMBOCYTES thrombocyte. THROMB B ആണ് കേട്ടോ, AB സെക്കൻഡ് ലെറ്റർ BOCYTES thrombocytes. ഇത് ഈ RBCക്ക് നമ്മൾ പറഞ്ഞു 120 days ഉണ്ട് ആയുസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പ്ലേറ്റ്ലെറ്റുകൾക്ക് വെറും 7 ദിവസം മാത്രമേ ആയുസുള്ളൂ. ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 7 ദിവസമാണ്. 7 ദിവസം ഉള്ളൂ. POCYTES thrombocyte. CYTES thrombocytes. ഇതെന്താ ചെയ്യുന്നേ? ഈ ബ്ലഡ് സെൽ എന്താ ചെയ്യുന്നേ? They help the blood to clot. നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ കൈയൊക്കെ ഒന്ന് മുറിഞ്ഞോ, കുറച്ച് കഴിഞ്ഞിട്ട് ബ്ലഡ് ക്ലോട്ട് ആവും. നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ബ്ലഡ് സെല്ലാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. They help the blood to clot and are used to treat of leukemia. Leukemia ട്രീറ്റ്മെന്റിനും യൂസ് ചെയ്യുന്നു. Leukemia ട്രീറ്റ് ചെയ്യാൻ. Leukemia എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ബ്ലഡ് ക്യാൻസർ. ബ്ലഡ് ക്യാൻസർ ആണ് ലുക്കീമിയ എന്ന് പറയുന്നത്. അപ്പൊ ലുക്കീമിയ ട്രീറ്റ്മെന്റിനും അതുപോലെ ആറ്റ് അതർ ഫോംസ് ഓഫ് ക്യാൻസർ, മറ്റുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനും ഒക്കെ ഈ പ്ലേറ്റ്ലെറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്ലഡ് സെല്ലാണ് പ്ലേറ്റ്ലെറ്റ്. ചോദിക്കാം, വിച്ച് ബ്ലഡ് സെൽ ഹെൽപ്പ് ടു ബ്ലഡ് ക്ലോട്ട്? ഏതാ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ബ്ലഡ് സെല്ല്? Platelets. And it is used to treat leukemia and other forms of cancer. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെയാണ് വൈറ്റ് ബ്ലഡ് സെല്ല്, WBC. വൈറ്റ് ബ്ലഡ് സെല്ല്, അത് മലയാളം ശ്വേതരക്താണുക്കൾ. ശ്വേതരക്താണുക്കൾ. അതിന്റെ സയന്റിഫിക് നെയിം ആണ് ലൂക്കോസൈറ്റ്. LEUKOCYTES leukocytes. LEUKOCYTES leukocytes. Okay, white blood cells, ശ്വേതരക്താണുക്കൾ. ഇതെന്താ ചെയ്യുന്നത്? These cells help in fighting infection and help the, അവിടെ ഒരു വേർഡ് മിസ് ആയിട്ടുണ്ട്, ഇമ്മ്യൂൺ. അവിടെ എഴുതി ചേർക്കാം IMMUNE, ഇമ്മ്യൂൺ പ്രോസസ്. Help the immune process. These cells help in fighting infection and help the immune process. ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ, നമുക്ക് രോഗമൊക്കെ എന്തെങ്കിലും വരാതിരിക്കാനായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്ത് നിർത്തുന്നത്. ഇൻഫെക്ഷനെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ബ്ലഡ് സെല്ലാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി നൽകുന്ന ബ്ലഡ് സെല്ലാണ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്നത്, ഇമ്മ്യൂണിറ്റി പവർ നൽകുന്ന ബ്ലഡ് സെല്ലാണ് വൈറ്റ് ബ്ലഡ് സെൽസ്. ഫംഗ്ഷൻ എന്താ? സെൽസ് ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ ആൻഡ് ഹെൽപ്പ് ദ ഇമ്മ്യൂൺ പ്രോസസ്. ഓക്കെ, ക്ലിയർ ആയോ? WBC. അപ്പൊ ഇവിടെ ചോദിക്കാം, which blood cells help in fighting infection? അല്ലെങ്കിൽ which WBC. അല്ലെങ്കിൽ ചോദിക്കാം, which blood cells help the immune process? ഇമ്മ്യൂൺ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ബ്ലഡ് സെല്ല് WBC ബ്ലഡ് സെൽസ്. ഓക്കെ, WBC. അപ്പൊ മൂന്നെണ്ണം പറഞ്ഞു. RBC എന്ത് ചെയ്യുന്നു?
ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂ. നമ്മുടെ ശരീരത്തിലേക്ക് കലകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ട്രാൻസ്പോർട്ട്. പ്ലേറ്റ്ലെറ്റ് ആണെങ്കിലോ എന്തിനാ സഹായിക്കുന്നത്? ബ്ലഡ് ടു ക്ലോട്ട്. ബ്ലഡ് ക്ലോട്ട് ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്. ഇനി നെക്സ്റ്റ് വൈറ്റ് ബ്ലഡ് സെൽസ് WBC ഹെൽപ്പിംഗ് ഇൻഫെക്ഷൻ ആൻഡ് ഇമ്മ്യൂൺ പ്രോസസ് ഇമ്മ്യൂൺ പ്രോസസ്. ഇനി നെക്സ്റ്റ് ആണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ലാസ്റ്റ് പ്ലാസ്മ. പ്ലാസ്മ എന്ന് പറയുന്നത് പറഞ്ഞോ. ഈ വൈറ്റ് ബ്ലഡ് സെല്ലിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്പാൻ തന്നെയാണോ? 10 to 15. ഓക്കെ, അത് ഞാൻ വിട്ടുപോയതാണ്. 10 തുടങ്ങി 15 ദിവസം വരെയാണ് ലൈഫ് സ്പാൻ ഉള്ളത്. അത്രേ ഉള്ളൂ. അതിന്റെ പ്ലേറ്റ്ലെറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഉണ്ടെന്നുള്ളൂ. 10 to 15. ഓക്കെ, പ്ലേറ്റ് സെൽസിന് 7 days അല്ലേ മാം? 7 days. 7 days. ഇപ്പൊ ബ്ലഡ് സെൽസ് അങ്ങനെ 3 കഴിഞ്ഞു കേട്ടോ. RBC, WBC, പ്ലേറ്റ്ലെറ്റ്. നെക്സ്റ്റ് നോക്കിയേ, പ്ലാസ്മ. പ്ലാസ്മ എന്ന് പറയുന്നത് the watery fluid part of the blood in which the red blood cells, white cell and the platelet are suspended. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദ്രാവക സംയോജക കലയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. അതിനകത്താണ് ഈ RBCയും WBCയും പ്ലേറ്റ്ലെറ്റ് ഒക്കെ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്നത് പ്ലാസ്മയിലാണ്. The watery fluid part of the blood. ഇങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കാം. The watery fluid part of the blood is called dash. ഏതാ? ബ്ലഡിന്റെ പ്ലാസ്മയാണ്. ഈ പ്ലാസ്മയിലാണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ് ഒക്കെ കാണപ്പെടുന്നത്. സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ഈ പ്ലാസ്മയിലാണ്. ഓക്കെ, പ്ലാസ്മ ഈസ് റിക്വയർഡ് ടു ക്യാരി the many part of the blood through the blood stream. നമ്മുടെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നു ബ്ലഡ് സ്ട്രീമിൽ കൂടെ. ബ്ലഡ് സ്ട്രീം എന്ന് വെച്ചാൽ രക്തപ്രവാഹം. രക്തപ്രവാഹത്തിൽ കൂടെ എല്ലാ ഭാഗത്തേക്കും ഇത് ക്യാരി ചെയ്യുന്നു. പ്ലാസ്മ ക്യാരി ചെയ്യുന്നു. പ്ലാസ്മ പെർഫോം മെനി ഫങ്ഷൻ ഇൻക്ലൂഡിംഗ് ദ ഫോളോയിങ്. പ്ലാസ്മയുടെ ഫങ്ഷൻസ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. ഇതും ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ പ്ലാസ്മാസ് ഫങ്ഷൻ. പ്ലാസ്മയുടെ ഫങ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഇനി പ്ലാസ്മ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ. ഒന്നാമത്തെ പ്ലാസ്മയുടെ ഫംഗ്ഷൻ ആണ് ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. എത്ര നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമൽ എത്രയാ? ലെവൽ എത്രയാ? ബ്ലഡ് പ്രഷർ ലെവല് 80 to 120. 120 to 120 ആണ് ബ്ലഡ് പ്രഷർ ലെവല്. 120. അപ്പൊ അതിന്റെ നോർമൽ ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് പ്ലാസ്മയാണ്. ഓക്കെ, പ്ലാസ്മ പെർഫോം മെനി ഫങ്ഷൻ ഇൻക്ലൂഡിംഗ് ഏതൊക്കെയാ? ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. പ്രൊവൈഡ് ദ പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നു. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. സോഡിയം പൊട്ടാസ്യം ലെവല് ബാലൻസ് ചെയ്ത് നിർത്താൻ സഹായിക്കുന്നു. രണ്ട് പ്രശ്നമല്ലേ? സോഡിയം ലെവൽ അല്ലെങ്കിൽ പൊട്ടാസ്യം ലെവൽ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ അതിന്റെ ഒരു ബാലൻസ് ലെവല് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നത് പ്ലാസ്മയാണ്. പ്ലാസ്മയുടെ 3 ഫംഗ്ഷൻ ഏതൊക്കെയായിരുന്നു? ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ, Provide proteins for blood clotting, balance the level of sodium and potassium. സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഇത് 4 ഇമ്പോർട്ടന്റ് ആണ്. ഇത് 4 എപ്പോഴും ചോദിക്കുന്നതാണ് ബ്ലഡിലെ കോൺസ്റ്റിറ്റ്യൂവൻസ്. അപ്പൊ അത് ഏതിനൊക്കെ സഹായിക്കുന്നതാണ് അല്ലെങ്കിൽ അതിന് സയന്റിഫിക് നെയിം ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പൊ അത് നോക്കുക. ഓക്കെ, ആരെങ്കിലും ഒരാള് ആരാണ്? സിൻഡോ സണ്ണി ഒന്ന് വായിച്ച. RBCയുടെ ഫംഗ്ഷൻ എന്താ? വേഗം ഒന്ന് റെഡി ചെയ്തേ. RBC, what is the function of RBC? സിൻഡോ? Yes, ma'am. Okay, ഒന്ന് റെഡി ചെയ്തേ. RBC red blood cells. These cells transport oxygen to the tissues in the body and are commonly used to treat of anemia. Okay, and used to treat of anemia. Next, Surya, platelet ഒന്ന് വായിച്ചേ. They help the blood to clot and are used to treat leukemia and other forms of cancer. Cancer. Okay, സുഷമ എന്നാണോ?
സൂസമ്മയാണോ? ഓക്കെ, സൂസമ്മ. സോറി, സൂസമ്മ ജോർജ്. Yes, miss. White blood cells alone are WBC. These cells help in fighting infection and help the immune process. Help the immune process. Immunity power ചെയ്യാനായിട്ട് സഹായിക്കുന്നത് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ബ്ലഡ് സെല്ലാണ് വൈറ്റ് ബ്ലഡ് സെൽസ്. റോഷ്നി, പ്ലാസ്മയുടെ ഫംഗ്ഷൻ എന്തൊക്കെയാ? The watery fluid part of the blood in which the white blood cells, white cells and platelets are suspended. Plasma is required to carrying the main part of the blood through the blood veins. Plasma performs helps to maintain blood pressure, provide protein for blood clotting, balance in level of sodium and potassium. Okay, balance the level of sodium and potassium. Okay, ഇത്രയും ക്ലിയർ അല്ലേ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സുസ്മിത ഒന്ന് പ്ലാസ്മയുടെ ഫംഗ്ഷൻ. Plasma function helps to maintain blood pressure, provides protein for blood clotting, balance the level of sodium and potassium. Okay. ഇനി നെക്സ്റ്റ് വരുന്ന അപ്പോ 4 കമ്പോണൻസ് നമ്മൾ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF, ആന്റി ഹീമോഫിലിക് ഫാക്ടർ. AHF എന്ന് പറഞ്ഞ ആന്റി ഹീമോഫിലിക് ഫാക്ടർ ആണ്. The portion of the plasma that contain clotting factor that help to control bleeding. Bleeding കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അടങ്ങിയ പോർഷൻ ആണ് ക്രയോ precipitate എന്ന് പറയുന്നത്. ഓക്കെ, the portion of the plasma that contain clotting factor that help the control bleeding, that is cryo precipitate. അതിനകത്ത് ആൽബുമിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഇൻ അവർ ബ്ലഡ് പ്ലാസ്മ, ബ്ലഡിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ആണ് ആൽബുമിൻ. ഇമ്മ്യൂൺ ഗ്ലോബുലിൻ അതൊരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ്, പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്ലാസ്മ. പ്ലാസ്മ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ് ഇമ്മ്യൂൺ ഗ്ലോബുലിൻ. ആൻഡ് ക്ലോട്ടിംഗ് ഫാക്ടർ കോൺസെൻട്രേറ്റ് മേ ഓൾസോ ബി സെപ്പറേറ്റഡ് ആൻഡ് പ്രോസസ്ഡ് ഫോർ ട്രാൻസ്ഫ്യൂഷൻ. ഇത് നമ്മൾ പറഞ്ഞു, ഇതും കൂടി ആൽബുമിൻ, ഇമ്മ്യൂൺ ഗ്ലോബുലിൻ, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒക്കെ ട്രാൻസ്ഫ്യൂഷൻ പ്രോസസ്സിൽ ഓൾസോ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അത്രയാണ് അതിനകത്ത് വരുന്നത്. What is mean by blood transfusion? നമ്മൾ പഠിച്ചത് തന്നെയാണ്. ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞ എന്താ? Transfer of blood. Transfer of blood, അല്ലെ? From one person to another. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നതാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതിനകത്ത് നോക്കിയേ, why are blood bank important? എന്തുകൊണ്ടാണ് ബ്ലഡ് ബാങ്ക് ഇമ്പോർട്ടന്റ് എന്നുള്ളത് അത് രണ്ടുമാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. നോക്കിയേ, typically the blood transfusion is the process in which blood components are transferred from one person എന്ന് പറഞ്ഞാൽ donor into the bloodstream of another person or recipient. അപ്പൊ ഡോണറിൽ നിന്ന് റെസിപ്പിയന്റിലേക്ക് അവരുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ പറയാം, in which the blood components are transferred from one person to into the bloodstream of the another person. ഒരാളുടെ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് ബ്ലഡ് അടുത്ത ആൾക്കാരുടെ മറ്റൊരു പേഴ്സണിലെ ബ്ലഡ് സ്ട്രീമിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. It comes into an act especially as a life-saving process for the recipient. നോക്കിയേ, ഈ ബ്ലഡ് റിസീവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഇതൊരു ലൈഫ് സേവിങ് പ്രോസസ് ആണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ബ്ലഡ് കറക്റ്റ് ടൈമിൽ ബ്ലഡ് കിട്ടാത്തിട്ട് ആക്സിഡന്റ് ആയിട്ട് ഒത്തിരി ബ്ലഡ് പോയേക്ക് ആളുകൾ മരിക്കുന്ന ഒരവസ്ഥ, അല്ലെ? അപ്പൊ അത് ഈ റെസിപ്പിയന്റിനെ സംബന്ധിച്ച്, റിസീവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഈസ് എ ലൈഫ് സേവിങ് പ്രോസസ്. ഇതൊരു ലൈഫ് സേവിങ് പ്രോസസ് തന്നെയാണ്. ആ ബ്ലഡ് ആ ടൈമിൽ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് മരണം വരെ സംഭവിക്കാം.
ഇറ്റ്സ് എ ലൈഫ് സേവിംഗ് പ്രോസസ് ഫോർ ദ റെസിപ്പിയന്റ്. റെസിപ്പിയന്റിനെ സംബന്ധിച്ച് ഇത് ലൈഫ് സേവിംഗ് പ്രോസസ് ആണ് when there is a large loss of blood cell through bleeding or depression of the bone marrow. എങ്ങനെയാ ധാരാളം ബ്ലഡ് എങ്ങനെയാ ബ്ലീഡിംഗ് ആയിട്ട് ബ്ലഡ് പോകുന്നവർക്ക്, ഓർ ഡിപ്രഷൻ ഓഫ് ദ ബോൺ മാരോ. ബോൺ മാരോ എന്ന് പറഞ്ഞാൽ അസ്ഥിമജ്ജയ്ക്ക് ഉണ്ടാകുന്ന ഡിപ്രഷൻ, അല്ലെങ്കിൽ ബ്ലീഡിങ് വഴി ഒത്തിരി ബ്ലഡ് ഒക്കെ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് ഇറ്റ്സ് എ ലൈഫ് സേവിംഗ് പ്രോസസ്. ഇതൊരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ് പറയാം. അത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് കൺസിഡർ ആസ് എ നോബിൾ കോസ്. ഇറ്റ്സ് കൺസിഡർ ആസ് എ നോബിൾ. നോബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നോബിൾ, NOBLE, നോബിൾ. വാട്ട് ഇസ് ദ മീനിങ്? നോബിൾ ഒരു മഹത്തായ, കൃത്യമായിട്ട് കണക്കാക്കുന്നത് ഒരു മഹത്തായ കാര്യമായിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനെ കൺസിഡർ ചെയ്യുന്നു. എന്തുകൊണ്ടാ? അത് റിസീവ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് കൺസിഡർ ആസ് എ നോബിൾ കോസ്. എന്ന് പറയുന്നത് ഒരു മഹത്തായ, കൃത്യമായിട്ട് കണക്കാക്കുന്നു. ഓക്കെ, മഞ്ജുഷ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് കൺസിഡർ ആസ് എ നോബിൾ കോസ്. ഇനി നോക്കിയേ, ബ്ലഡ് ബാങ്ക് സർവീസസ്. നമ്മൾ പറഞ്ഞു ബ്ലഡ് ബാങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ആക്ട് ആസ് എ യൂണിവേഴ്സൽ പോയിന്റ് ആസ് ദേ കളക്ട്. എന്തൊക്കെ ചെയ്യുന്നു? ബ്ലഡ് കളക്ട് ചെയ്യുന്നു, പ്രോപ്പർ ആയിട്ട് ടെസ്റ്റിംഗ് നടത്തുന്നു, ആൻഡ് സ്റ്റോർ ഓൾ ടൈപ്സ് ഓഫ് ബ്ലഡ്. എല്ലാ തരത്തിലുള്ള ബ്ലഡ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതാണ് ബ്ലഡ് ബാങ്കിന്റെ സർവീസ് എന്ന് പറയുന്നത്. Act as a universal point as they collect, test and store all type of blood. They batchfully screen test the blood for any sign of infection. ഇനി ഒരു ഇൻഫെക്ഷന്റെ ഒരു കണിക പോലും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അവര് വളരെ ശ്രദ്ധിച്ചു, കെയർഫുൾ ആയിട്ട് തന്നെ സ്ക്രീൻ ടെസ്റ്റുകൾ നടത്തുന്നു. നമ്മൾ പറഞ്ഞല്ലോ, ഓരോ ടെസ്റ്റുകളും നടത്തി അത് കറക്റ്റ് ആയതിനു ശേഷം മാത്രമാണ് അത് വേറൊരാൾക്ക് അത് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൊടുക്കുള്ളൂ. അപ്പൊ അങ്ങനെ വാച്ച്ഫുള്ളി സ്ക്രീൻ ടെസ്റ്റ് ദ ബ്ലഡ് ഫോർ എനി സൈൻ ഓഫ് ഇൻഫെക്ഷൻ. ഒരു ഇൻഫെക്ഷന്റെ ഒരു ഇതുപോലും ഇല്ല എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് തന്നെ അവര് സ്ക്രീൻ ടെസ്റ്റുകളൊക്കെ നടത്തുന്നു. അതർ ദാൻ സ്ക്രീനിങ് ഓഫ് ഇൻഫെക്ഷൻ. നോക്കിയേ, സ്ക്രീനിങ് ഓഫ് ഇൻഫെക്ഷന് പുറമെ, ആ സ്ക്രീനിങ് ഇത് നടത്തുന്നതിന് പുറമെ തന്നെ എന്ത് ചെയ്യുന്നു? they also check the blood type. അതിന്റെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ അതിന് പുറമെ അവരെന്ത് ചെയ്യുന്നു? ബ്ലഡ് ടൈപ്പുകളും ചെക്ക് ചെയ്യുന്നു. വെദർ ദ ബ്ലഡ് ടൈപ്പ് AB or O, and whether it is RH negative or RH positive. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഇൻഫെക്ഷൻ ഒന്നും ഇല്ല എന്നുള്ളതിന് വേണ്ടി സ്ക്രീനിങ് ഇൻഫെക്ഷൻ ടെസ്റ്റുകൾ നടത്തുന്നു. അതിന്റെ പുറമെ തന്നെ എന്ത് ചെയ്യുന്നു? ബ്ലഡ് ഗ്രൂപ്പുകളും നോക്കുന്നു. A ആണോ, B ആണോ, AB ആണോ, O ആണോ എന്നുള്ള ഗ്രൂപ്പ് നോക്കുന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ഇനി ആ ഗ്രൂപ്പ് മാത്രം നോക്കിയാൽ പോരല്ലോ. A ആണെങ്കിൽ 2 എണ്ണം ഉണ്ട്, A പോസിറ്റീവ് ഉണ്ട്, A നെഗറ്റീവ് ഉണ്ട്. B ആണെങ്കിൽ ഇതുപോലെ സെയിം, B നെഗറ്റീവും B പോസിറ്റീവും ഉണ്ട്. അപ്പൊ അങ്ങനെ അതിന് പുറമെ RH ഫാക്ടർ കൂടി നോക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കൂടി നോക്കുന്നു. RH നെഗറ്റീവ് ഓർ RH പോസിറ്റീവ്. Compatibility testing is done to find out if a particular unit of blood can be transferred safely into the certain patient. Okay, അതിന്റെ അനുയോജ്യ കമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ബ്ലഡ് സേഫ് ആയിട്ട് പേഷ്യന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ബ്ലഡ് ബാങ്കിൽ ടെസ്റ്റും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നോക്കി സേഫ് ആയതിനു ശേഷം മാത്രമേ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യത്തുള്ളൂ. ഇനി ഇവിടെ പറയുന്ന ഒരു നോട്ട് എന്ന് പറഞ്ഞ് താഴെ നോക്കി നിങ്ങള് നോട്ട്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞല്ലോ. അതിനകത്ത് if your blood type is O negative, you are the universal donor. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു which blood group is known as universal donor. ഏത് ഗ്രൂപ്പ് ആയിരുന്നു യൂണിവേഴ്സൽ ഡോണർ? O group. O ഗ്രൂപ്പ്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കും, നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയാണ് വിച്ച് ബ്ലഡ് ടൈപ്പ് എന്ന് ചോദിക്കും. ഏത് ബ്ലഡ് ടൈപ്പ് ആണെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിങ്ങൾ എഴുതണം O നെഗറ്റീവ്. ക്ലിയർ ആയിട്ട് അങ്ങനെ തന്നെ എഴുതണം. O നെഗറ്റീവ് ആണ് യൂണിവേഴ്സൽ ഡോണർ. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചാൽ നമുക്ക് പറയാം O
ഓ ഗ്രൂപ്പ് എന്ന് എഴുതാം, യൂണിവേഴ്സൽ ഡോണർ. ഇനി വിച്ച് ബ്ലഡ് ടൈപ്പ്, ഏത് ബ്ലഡ് ടൈപ്പ് ആണെന്ന് ചോദിക്കുമ്പോൾ ഓ നെഗറ്റീവ് എന്ന് എഴുതണം. ഓ നെഗറ്റീവ്, യു ആർ ദ യൂണിവേഴ്സൽ ഡോണർ who can transfer of your blood to almost everyone. അല്ലെ, എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ഓ നെഗറ്റീവ് ആണ്. ആൻഡ് ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഈസ് AB പോസിറ്റീവ്, AB എന്ന് മാത്രം പോരാ, ബ്ലഡ് ടൈപ്പ് ആണ് ചോദിച്ചേക്കുന്നത്. AB പോസിറ്റീവ് ആണെങ്കിൽ യു ആക്ട് ആസ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. അവിടെ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടി. വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? ബ്ലഡ് ടൈപ്പ് എന്ന് എടുത്ത് ചോദിക്കും. ഏത് ബ്ലഡ് ടൈപ്പാ? ഓ നെഗറ്റീവ്. ഓ നെഗറ്റീവ്, ഓ പോസിറ്റീവ്, AB പോസിറ്റീവ്, AB നെഗറ്റീവ്, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവും. ഓ നെഗറ്റീവ് എന്ന് തന്നെ എഴുതുക. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് AB പോസിറ്റീവ് ആണ്. എനി മിസ്മാച്ച് ബിറ്റ്വീൻ ദ ബ്ലഡ് ടൈപ്പ്. ഇനി നോക്കിയേ, ഇതിൽ എന്തെങ്കിലും മിസ്മാച്ച് വരുവാണെങ്കിൽ എന്താണ്? ക്യാൻ പ്രൂവ് ഫേറ്റൽ കോസിംഗ് ഡെത്ത്. ഓക്കെ. However, any mismatch between the blood type can prove fatal, causing death. So, blood test must be done carefully. ഇനി എന്തെങ്കിലും ഒരു മൈന്യൂട്ട് ആയിട്ടാണെങ്കിലും എന്തെങ്കിലും ഒരു ഡിഫറൻസ്, ഒരു മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ അത് ഡെത്തിന് വരെ അതുകൊണ്ട് തന്നെ സോ ദ ബ്ലഡ് ടെസ്റ്റ് മസ്റ്റ് ബി ഡൺ കെയർഫുള്ളി. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ വളരെ ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യണം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞല്ലേ ഒരു കാര്യം കൂടി നിങ്ങൾ ആ നോട്ട്ബുക്ക് എടുത്ത് ബുക്കിലേക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ ആ ഗ്രൂപ്പുകൾ പറഞ്ഞത് ബ്ലഡ് ടൈപ്പുകൾ പറഞ്ഞില്ലേ, അതിന്റെ അവിടെ ഒന്ന് നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഞാൻ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് റിസീവ് ചെയ്യാൻ പറ്റുന്ന കേസാട്ടോ പറയുന്നത്. RH പോസിറ്റീവ് ഇങ്ങനെ തന്നെ എഴുതിക്കോ. RH പോസിറ്റീവ് ബ്ലഡ്, RH positive blood can receive positive and negative. Positive and negative. RH positive blood can receive positive ആൻഡ് നെഗറ്റീവ്. അപ്പൊ പോസിറ്റീവ് ഒരു ബ്ലഡ് നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ, RH പോസിറ്റീവ് ആണെങ്കിൽ അവർക്ക് പോസിറ്റീവ് ബ്ലഡും റിസീവ് ചെയ്യാം, നെഗറ്റീവ് ബ്ലഡും റിസീവ് ചെയ്യാം. ജസ്റ്റ് അതിന്റെ താഴെ എഴുതിക്കേ, RH നെഗറ്റീവ് ബ്ലഡ് റിസീവ് only 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 നെഗറ്റീവ് ബ്ലഡ്. എന്നാൽ നെഗറ്റീവ് ആണെങ്കിൽ, RH നെഗറ്റീവ് ആണെങ്കിൽ അവർക്ക് നെഗറ്റീവ് ബ്ലഡ് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, RH പോസിറ്റീവ് ബ്ലഡ് ക്യാൻ റിസീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. RH നെഗറ്റീവ് ബ്ലഡ് റിസീവ് ഓൺലി നെഗറ്റീവ് ബ്ലഡ്. എക്സാമ്പിൾ ആയിട്ട് അവിടെ എഴുതിക്കേ, AB പോസിറ്റീവ്, RH പോസിറ്റീവ് ആണ്, AB പോസിറ്റീവ്. അപ്പൊ അവർക്ക് ആർക്കൊക്കെ റിസീവ് ചെയ്യാം? ആരുടെയൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും? AB പോസിറ്റീവിന്. ABക്കാർക്ക് ആർക്കുടെയൊക്കെ റിസീവ് ചെയ്യാം? അത് നമ്മൾ പഠിച്ചില്ലേ, ആരിൽ നിന്നൊക്കെ റിസീവ് ചെയ്യാന്ന് പഠിച്ചു. അപ്പൊ AB ഇനി നോക്കി, അവിടെ പോസിറ്റീവ് ചെയ്യാം, നെഗറ്റീവ് റിസീവ് ചെയ്യാം. AB പോസിറ്റീവുകാർക്ക് പോസിറ്റീവ് ബ്ലഡും റിസീവ് ചെയ്യാം, നെഗറ്റീവ് ബ്ലഡും റിസീവ് ചെയ്യാം. അതായത് A പോസിറ്റീവ് മേടിക്കാം, A നെഗറ്റീവ് മേടിക്കാമല്ലോ, രണ്ടും റിസീവ് ചെയ്യാം. അപ്പൊ എഴുതിക്കോ, A പോസിറ്റീവ്, A നെഗറ്റീവ്. അതെ, സെയിം. B പോസിറ്റീവ്, B നെഗറ്റീവ്. O പോസിറ്റീവ്, O നെഗറ്റീവ്. AB പോസിറ്റീവ്, AB നെഗറ്റീവ്. അവിടെ AB പോസിറ്റീവ് എന്ന് എഴുതിയിട്ട് നേരെ എഴുതിയാൽ മതി. AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് എല്ലാവർക്കുടെയും ബ്ലഡ് റിസീവ് ചെയ്യാം. പോസിറ്റീവ് റിസീവ് ചെയ്യാൻ പറ്റും, നെഗറ്റീവും റിസീവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ നേരെ എഴുതാം, AB പോസിറ്റീവ് എന്ന് എഴുതിയിട്ട് എഴുതാം. റിസീവ് ഓൾ ടൈപ്പ് ഓഫ് ബ്ലഡ്, അവർക്ക് എല്ലാ ടൈപ്പ് ഓഫ് ബ്ലഡ് റിസീവ് ചെയ്യാം. പോസിറ്റീവിനും റിസീവ് ചെയ്യാം, നെഗറ്റീവിനും റിസീവ് ചെയ്യാം. അപ്പൊ ഏതൊക്കെ പറഞ്ഞു നമ്മള്? ഏതൊക്കെ റിസീവ് ചെയ്യാം AB പോസിറ്റീവുകാർക്ക്?
A positive, A negative, B positive, B negative, A negative, B O negative. negative, AB positive, AB negative. ഓക്കെ വെരി ഗുഡ്. എ ബി നെഗറ്റീവ്. ഇനി നോക്കിയേ താഴെ എഴുതുക എ ബി നെഗറ്റീവ്. എ ബി നെഗറ്റീവ്. എ ബി നെഗറ്റീവുകാർക്ക് ആർക്കടെയൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും? A negative, B negative, A AB negative, negative. B negative, O negative, AB ഓക്കെ negative. വെരി ഗുഡ്. അവർക്ക് നെഗറ്റീവ് ബ്ലഡ് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ? എ നെഗറ്റീവ്, ബി നെഗറ്റീവ്, എ ബി നെഗറ്റീവ്, ഒ നെഗറ്റീവ്. അപ്പൊ ഇത് വെച്ച് നമ്മൾ ആ ബ്ലഡ് ടൈപ്പ് നോക്കിയേ, എല്ലാവരിൽ നിന്നും റിസീവ് ചെയ്യാൻ പറ്റുന്ന ബ്ലഡ് ടൈപ്പ് ഏതാ? എ ബി പോസിറ്റീവ് ആണോ എ ബി നെഗറ്റീവ് ആണോ? AB AB positive. AB positive. പോസിറ്റീവ്. അതുകൊണ്ട് എ ബി പോസിറ്റീവിനെയാണ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ്. വിച്ച് ബ്ലഡ് ടൈപ്പ് നോക്കുമ്പോൾ എ ബി പോസിറ്റീവ് എന്ന് എഴുതാം. ക്ലിയർ ആണോ? Yes. ഓക്കെ. Yes, ma'am. ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കാം. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് ഡൊണേറ്റ് ചെയ്യുമ്പോ കാര്യം പറയുന്നത്. ഡൊണേറ്റ് ചെയ്യുന്ന കേസിൽ ഓക്കെ, യൂണിവേഴ്സൽ ഡോണർ ഡൊണേറ്റ് ചെയ്യുന്ന കാര്യത്തില് RH പോസിറ്റീവ് എഴുതിക്കോ. RH പോസിറ്റീവ് ക്യാൻ ഗീവ് GIV. RH പോസിറ്റീവ് ക്യാൻ ഗീവ്. അതായത് ഡൊണേറ്റ് ചെയ്യുന്നതിന്റെ ആണോ പറയുന്നത്? അത് ഡൊണേറ്റ് ചെയ്യുന്നതിന്റെ. റിസീവ് ചെയ്യണതിന്റെ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുമ്പോഴത്തെ കാര്യം പറയുന്നത് RH പോസിറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് ഓൺലി. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവുകാർക്ക് മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്യാൻ ഗീവ് പോസിറ്റീവ് ഓൺലി. നോക്കാം, താഴെ എഴുതാം. നെക്സ്റ്റ് RH നെഗറ്റീവ് ക്യാൻ ഗീവ്. നെഗറ്റീവുകാർക്ക് കൊടുക്കുമ്പോൾ ക്യാൻ ഗീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് രണ്ടു പേർക്കും കൊടുക്കാം. പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിനും കൊടുക്കാം, നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിനും കൊടുക്കാം. ഓക്കെ, RH നെഗറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇനി നിങ്ങളൊന്ന് എഴുതി നോക്കി അവിടെ O പോസിറ്റീവുകാർക്ക് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും നോക്കി. O പോസിറ്റീവ് അതായത് RH പോസിറ്റീവ് ആർക്കൊക്കെ കൊടുക്കാം? ഗീവ് A positive, B positive, AB positive, O positive. ഓക്കെ. A പോസിറ്റീവ്, പോസിറ്റീവ്, AB പോസിറ്റീവ്, O പോസിറ്റീവ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ O നെഗറ്റീവ് ആർക്കാകുമ്പോഴോ? O നെഗറ്റീവ് A positive, A ഓക്കെ negative, B positive, B negative, B positive, B negative, AB positive, ബി നെഗറ്റീവ്, AB negative, പോസിറ്റീവ്. O positive, O negative. അത് നോക്കിയേ. അപ്പൊ നമ്മള് O പോസിറ്റീവ് O നെഗറ്റീവ് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഏതാണ് വരുന്ന യൂണിവേഴ്സൽ ഡോണർ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നത് ഏതാ? O negative. O negative. O നെഗറ്റീവ്. അപ്പൊ വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? O നെഗറ്റീവ് എന്ന് തന്നെ. O നെഗറ്റീവ്. ക്ലിയർ ആയോ? അതാണ് ആ പാരഗ്രാഫിൽ അവിടെ തന്നേക്കുന്നത്. O നെഗറ്റീവ് ഈസ് ദ യൂണിവേഴ്സൽ ഡോണർ ആൻഡ് AB പോസിറ്റീവ് ആക്ട് ആസ് എ യൂണിവേഴ്സൽ റിസിപ്പിയന്റ്. ഇത് രണ്ടും ബ്ലഡ് ടൈപ്പ് ചോദിക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ഗ്രൂപ്പ് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ. യൂണിവേഴ്സൽ ഡോണർ ഏത് ഗ്രൂപ്പ് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏത് O ഗ്രൂപ്പ് എന്ന് പറയാം, റിസിപ്പിയന്റ് AB ഗ്രൂപ്പ് എന്നും പറയാം. ക്ലിയർ ആണോ? അത്രയും ക്ലിയർ അല്ലേ? Yes, ma'am. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇന്ന് നമ്മൾ നോക്കിയത് ഏതൊക്കെയാണ് ഏതൊക്കെ ടെസ്റ്റുകളാണ് ബ്ലഡ് ബാങ്കിൽ ചെയ്യണമെന്നുള്ളതാണ്. അത് 4 നമ്മൾ പറഞ്ഞു. ഗ്രൂപ്പ് RH പോസിറ്റീവ് നെഗറ്റീവ്, പിന്നെ ഏതെങ്കിലും അപ്രത്യക്ഷമായിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് ആന്റിബോഡീസ് ഉണ്ടോ എന്നുള്ളത് നോക്കും, പിന്നെ പാസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കും, പിന്നെ അതിനാണ് ബ്ലഡ് ടൈപ്പുകൾ. അത് നമ്മൾ പറഞ്ഞല്ലോ, അതായത് ജസ്റ്റ് ആ ടേബിൾ മാത്രം ഒന്ന് നോക്കേണ്ട കാര്യമുള്ളൂ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ ബ്ലഡ്, ബ്ലഡിലെ 4 കമ്പോണൻസ്, അതിന്റെ ഓരോന്നിന്റെ സയന്റിഫിക് നെയിം പറഞ്ഞു, പിന്നെ അതിന്റെ ഓരോന്നിന്റെ ഫങ്ഷൻസും പറഞ്ഞു. ഓക്കെ, ഇത് 4 പ്രത്യേകിച്ച് പ്ലാസ്മയുടെ നോക്കുക. 3 ഫംഗ്ഷൻ: മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ, പ്രൊവൈഡ് പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്, ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. നെക്സ്റ്റ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു. പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞത് എന്താണ് ചെയ്യുന്നത്? പിന്നെ അത് കൺസിഡർ ആസ് എ നോബിൾ കോസ് എന്ന് പറഞ്ഞു.
പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞത് ഇതിനകത്ത് ബ്ലഡ് ടൈപ്പുകളെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാണ്? യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് ഓർ നെഗറ്റീവ്. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് ആണ് AB പോസിറ്റീവ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ വളരെ കുറച്ച് പഠിച്ചിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നമ്മൾ ഇത്ര എടുത്തേല്? ഇല്ല മിസ്സേ. നെക്സ്റ്റ് ക്ലാസ്സില് നെക്സ്റ്റ് ഡേ നിങ്ങൾ ഇതൊന്ന് വായിച്ചേക്കുക കേട്ടോ. ഇനി അടുത്തൊരു ക്ലാസ് കൊണ്ട് നമ്മുടെ ആ ചാപ്റ്റർ കഴിയും. പിന്നെ കുറച്ചും കൂടെ ഉള്ളൂ, ഒരു 1.5 ഇല്ല, ഒരു പേജ് കുറച്ചും കൂടെ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാം, കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. ഓക്കെ, എന്നാ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ? Okay, thank you, miss. ഓക്കെ മാം. Thank you, miss. Thank you, ma'am. ഓക്കെ, താങ്ക് യു.